നമസ്കാരം. ഒളിവിലായിരുന്ന പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പാലക്കാട്ടിൽ എത്തിയെന്ന നിർണായകമായ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. നോക്കാം ഇന്ന് ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. കോഴിക്കോട് കല്ലാച്ചിയിൽ വോട്ടിംഗിനെ ചൊല്ലി LDF-UDF സംഘർഷം, പോലീസ് ലാത്തിവീശി. കയ്യിൽ പൊള്ളലേൽപ്പിച്ച് കണ്ണിൽ കുരുമുളക് വിതറി 7 വയസ്സുകാരനെ ക്രൂരമായി ഉപദ്രവിച്ച അച്ഛൻ. ഒളിവിലായിരുന്ന പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് വോട്ടുകളും രേഖപ്പെടുത്തി. കല്ലെറിഞ്ഞ കുട്ടിയുടെ കണ്ണ് കളഞ്ഞു. പരാജയ ഭീതിയിൽ BJP CPM അക്രമമെന്ന് ഷാഫി പറമ്പിൽ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് കല്ലാച്ചിയിൽ വോട്ടിംഗുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് LDF-UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. വാക്കേറ്റം അടിപിടിയിലേക്ക് വഴിമറിയതോടെ സ്ഥിതിഗതികൾ വഷളായി മാറി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘം സംഘർഷം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നാദാപുരം 2-ാം വാർഡിൽ കല്ലാച്ചിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവിടെ 1-ാം വാർഡും 2-ാം വാർഡും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നതാണ്. ഇന്ന് ഈ സമയത്തിനുള്ളിൽ തന്നെ 5 തവണയാണ് ഈ പ്രദേശത്ത് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ശേഷം കൂടുതൽ പോലീസുകാർ എത്തിയാണ് സംഘർഷ അവസ്ഥ തടയാൻ ശ്രമിച്ചത്. ഇരട്ട വോട്ട് ആരോപണമാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. ശേഷം വാഹനത്തിൽ പോളിംഗ് ബൂത്തിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്ന നീക്കമൊക്കെ തന്നെ നടത്തി. ഇതിനെ പോലീസ് ഉദ്യോഗസ്ഥരാണ് തടഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ LDF പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഒരു സംഘർഷ അവസ്ഥ സൃഷ്ടിച്ചത്. ഈ കല്ലാച്ചിയിലെ ബൂത്ത് ഒരു പ്രശ്നബാധിത മേഖല കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ ലാത്തി വീശേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ കേന്ദ്രസേനയെയും മറ്റു ഉദ്യോഗസ്ഥരെയും അടക്കം എത്തിച്ചിട്ടുണ്ട്. 7 വയസ്സുകാരനായ മകനെ അച്ഛൻ ക്രൂരമായി ഉപദ്രവിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തു. കുട്ടിയുടെ കൈകളിൽ ചൂടുവെള്ളം ഒഴിച്ചും കണ്ണിൽ കുരുമുളക് വിതറിയും ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടിയുടെ വലത് കൈയിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പൊള്ളലേറ്റതിന്റെ പാടുകളുമുണ്ട്. തുടർച്ചയായി ഉപദ്രവം ഏൽക്കേണ്ടി വന്ന കുട്ടി മാനസികമായി തളർന്ന അവസ്ഥയിലുമാണ്. ഉത്തര കന്നഡ ജില്ലയിലാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു പ്രവർത്തനം നടന്നിരിക്കുന്നത്. 7 വയസ്സുള്ള കുട്ടിയുടെ അച്ഛനാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചത്. കുട്ടിയുടെ കൈ പൊള്ളിക്കുകയും ഒപ്പം കണ്ണിൽ കുരുമുളക് പൊടി വാരി വിതറുകയും ചെയ്തു. കൂടാതെ ഈ പൊള്ളിച്ചത് ഇപ്പോൾ നന്നായി പഴുത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കുട്ടിയുടെ അച്ഛൻ വിജയ് നായിക്കും ഭാര്യ ചിത്രയും ഡൈവോഴ്സ്ഡ് ആണ്. കോടതി വിധി പ്രകാരം ഈ കുട്ടികൾ കഴിയുന്നത് അച്ഛന്റെ കൂടെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവരികയും കുട്ടികൾ അതിനെ എതിർക്കുകയും അമ്മയെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ ദേഷ്യത്തിലാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. വീട്ടിലെ ശുചിമുറിയിൽ പൂട്ടിയിട്ടായിരുന്നു മർദ്ദനം. കൂടാതെ കുട്ടിയെ സ്കൂളിലേക്കും അയച്ചില്ല. ശേഷം ഈ വിവരം കുട്ടിയുടെ അമ്മ അറിഞ്ഞതിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. അതിലിപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. നിലവിൽ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 15 ദിവസമായി ഒളിവിലായിരുന്ന പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. കർണാടകയിൽ നിന്ന് പാലക്കാട്ടെത്തിയ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം MLA ഓഫീസിലെത്തി. എനിക്ക് പറയാനുള്ളതും എനിക്ക് എതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പാലക്കാട് ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങളിൽ ഒഴിഞ്ഞു മാറുകയാണോ? പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. അതേസമയം വലിയ പ്രതിസന്ധികൾ നമ്മൾ അവിടെ കാണുകയും ചെയ്തു. കൂകി വിളിക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധവും എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും സംഘർഷ അവസ്ഥകളൊന്നും ഇല്ലാതെ പോലീസ് എല്ലാം സമാധാനപരമായി കൈകാര്യം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്നും കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ എന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം MLA ഓഫീസിലേക്കാണ് പോയത്. ഇനി പാലക്കാട് തന്നെ താൻ ഉണ്ടാകും എന്ന കാര്യമാണ് ഇപ്പോൾ രാഹുൽ അറിയിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വാക്കുകളിൽ പരാജയ ഭീതിയിൽ BJPയും CPM.
UDF പ്രവർത്തകർക്കെതിരെ സംയുക്തമായി അക്രമം അഴിച്ചുവിടുകയാണ്. അക്രമങ്ങളിൽ ഒരു കുട്ടിയുടെ കണ്ണിൽ കല്ലേറുകൊണ്ട് ഗുരുതരമായി പരിക്കേൽക്കുകയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത സംഭവം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJP CPM ഡീല് പോലും പലയിടങ്ങളിലും ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ്. ജനങ്ങൾ UDF അനുകൂലമാണെന്ന് കാണുമ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്നലെ ഇവിടെ കല്ലേക്കാടുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് പോലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രൈമാണ്. കല്ലെറിഞ്ഞ് കണ്ണ് കളഞ്ഞിരിക്കുകയാണ് ഒരു കുട്ടിയുടെ, ഒരു ചെറുപ്പക്കാരൻ്റെ. ഒരു ന്യായീകരണവും ഇല്ലാത്ത, അറ്റ്ലീസ്റ്റ് ഒരു കാൻഡിഡേറ്റിന്റെ വീടിൽ ഇവരുടെ അക്രമത്തെ ഭയന്ന് ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ രക്ഷാർത്ഥം ഓടിച്ചെന്ന് ആ വാതിൽ തുറന്ന് അകത്ത് കയറുമെന്ന് പേടിച്ചിട്ട് അതിൻ്റെ മുമ്പ് വലിയ കല്ലെടുത്തെറിഞ്ഞിട്ട് ആ കുട്ടിയുടെ കണ്ണിന് പരിക്ക് പറ്റി കോയമ്പത്തൂർ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. അതിന് മുമ്പ് ഇവരുടെ വാഹനം CPM പ്രവർത്തകർ തല്ലി തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഗ്ലാസ്സൊക്കെ തല്ലി പൊളിച്ചു. ഇപ്പം BJP പ്രവർത്തകർ പിന്നെ അക്രമം നടത്തി കല്ലെറിഞ്ഞ് കണ്ണ് കളഞ്ഞിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരാജയത്തെ ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്താണെങ്കിലും കേരളത്തിൽ UDF അനുകൂലമായൊരു ജനവിധി ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായിരിക്കും. ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. നിലവിൽ ഉണ്ടായിരിക്കുന്നത് പരാജയ ഭീതിയാണ്. BJP CPM ആക്രമണത്തിന് പിന്നിലും ഇത്തരത്തിലുള്ള പരാജയ ഭയം തന്നെയാണ്. മാത്രവുമല്ല, ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങൾ നോക്കുകുത്തികളല്ല. അവർ UDF അനുകൂലമായിട്ടായിരിക്കും വിധി എഴുതുക. അതിൽ വ്യക്തത മറ്റു പാർട്ടികൾക്കുമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണിപ്പോൾ അവർ അക്രമസക്തരാകുന്നതെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ഇതുവരെയുള്ള ചില നിർണായകമായ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം.